Hi, good morning. It's me Simon YouTube channel. Simon Varghese Instagram, Simon Varghese Facebook welcomes you all. Have a fantastic positive day. See, നമ്മളെല്ലാവരും അല്പം ദുഃഖത്തിലും സങ്കടത്തിലും പ്രാർത്ഥനയിലുമൊക്കെയാണ് അല്ലേ. ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നാം എല്ലാം പ്രാർത്ഥനയിലാണ്. യുദ്ധം ചെയ്യുന്നവർക്ക് പല കാരണങ്ങളും കാണും, പക്ഷേ അത് ഓരോരുത്തർ ഏറ്റുപിടിച്ച് ഒരു വലിയ കലാപമാകുമ്പോഴാണ് അത് ലോകമഹായുദ്ധമായിട്ട് മാറുന്നത് അല്ലേ. ഇപ്പം അത് മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമാണ് എല്ലാത്തിനും നല്ലത്. മാർപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്, യുദ്ധം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, എല്ലാവരും പ്രാർത്ഥനയിൽ യോജിച്ചു പോകണം, യുദ്ധം അവസാനിപ്പിക്കണം, സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ യുക്തി ചിന്തയിലാണേലും അതുപോലെ തന്നെ ഒരു ആധ്യാത്മിക വീക്ഷണത്തോടു കൂടിയാണേലും ഈശോയുടെ ആ തിരുവെളിച്ചം മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണെങ്കിലും അത് സത്യമാണ് നമുക്ക് ബോധ്യപ്പെടും അല്ലേ. യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല. മാർപ്പാപ്പ പറഞ്ഞാൽ ടേബിളിന് ചുറ്റും ഇരുന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കണം, ആവലാതികൾ തീർക്കണം എന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും നമ്മുടെ മനുഷ്യർ എവിടെ മരിച്ചു വീണാൽ നമ്മുടെ സഹോദരങ്ങളാണ്. അതിപ്പം എവിടെയാണേലും ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വിഷയം എടുത്തിട്ടത്. നമുക്കെല്ലാം ഒരു വിചാരമുണ്ട്, നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യ, ഇതാണ് നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതും, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വേണ്ടതെന്ന് പറയും. അങ്ങനൊരു കാലമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കരയാത്ത പ്രാർത്ഥിക്കാത്ത ഒരു കുടുംബം പോലും കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. എന്താ, നമുക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലോകം മുഴുവൻ ബന്ധങ്ങളല്ലേ. മക്കളോ കൊച്ചുമക്കളോ ദേശത്തോ വിദേശത്തോ പഠിക്കാത്തവരായി വളരെ കുറച്ച് പേരെ കേരളത്തിൽ കാണത്തുള്ളൂ, ഇന്ത്യയെ കാണത്തുള്ളൂ. നമ്മൾ ലോകത്തിന് മുഴുവൻ മാൻ പവർ സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ്. അങ്ങനെ മാൻ പവർ സപ്ലൈ ചെയ്യുമ്പം കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആരോഗ്യമുള്ള ശക്തിയുള്ള ആളുകളെ കൊടുക്കുമ്പോൾ അവരെ ആവശ്യമുണ്ട്. വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് പോകാവുന്നതുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നതോ ഹൈലി എഡ്യൂക്കേറ്റഡ്, സോഫിസ്റ്റിക്കേറ്റഡ്, കൾച്ചേർഡ് ആൻഡ് ഇൻ്റലിജൻറ്റ്, ബ്രേവ്നെസ് ഇതെല്ലാം കൂടിയ ഉത്തമ പൗരന്മാരെയാണ് കേരളത്തിൽ നിന്ന് കയറി പോകുന്നത്. എന്താ, അവർ ധാരാളം സമ്പാദിക്കുകയും ചെയ്യുന്നു. അപ്പം ലോകം മുഴുവൻ മാൻ പവർ സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് എത്ര പേർക്കറിയാം. ചൈനയിൽ വൃദ്ധന്മാരുടെ നഗരമാണ് ചൈന, എന്നാൽ ഇന്ത്യ യൂത്തിൻ്റെ നഗരമാണ്, യുവാക്കളുടെ നഗരം. അതുകൊണ്ടാണ് ഏത് രാജ്യവും മാൻ പവർ ഷോർട്ടേജ് വന്നാൽ നേരെ നോക്കുന്നത് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കുമാണ്. പലരുടെയും വിചാരം നമ്മുടെ ഏജൻറ്റുമാർ നമ്മളെ കൊണ്ടുപോകുന്നതാണെന്നാണ്. അവർ വെറും മധ്യവർത്തികളാണ്. ഒരു രാജ്യം തീരുമാനിക്കുന്നു, നമുക്ക് ഒരു 400 വേക്കൻസി ഉണ്ട്, അവിടെ മിടുക്കന്മാരായ ആളുകളെ വേണം. അപ്പോൾ അവരോരോ സ്റ്റേറ്റ്, ഓരോ രാജ്യം ഇങ്ങനെ സെർച്ച് ചെയ്യും. അപ്പോൾ ഫിലിപ്പൈൻസിൽ നിന്ന് ആൾ വരുന്നുണ്ട്, റഷ്യയിൽ നിന്ന് വരുന്നുണ്ട്, പല രാജ്യത്തും വരുന്നുണ്ട്. പക്ഷേ അവർ നോക്കുമ്പം കുറേ കൂടി ബുദ്ധി സാമർഥ്യമുള്ള, ഡിസിപ്ലിനുള്ള, വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള ആളുകൾ കേരളത്തിലുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ആ രാജ്യം ഏജൻറ്റുമാരോട് പറയുന്നത് കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യൂ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു ഗ്രൂപ്പിൻ്റെയോ ഒന്നും പ്രവർത്തനമല്ലത്. അവരെവിടുന്ന് ആവശ്യപ്പെടുന്നു അവിടുന്ന്
സപ്ലൈ ചെയ്യാനേ ഏജൻറ്റുമാർക്ക് കഴിയത്തുള്ളൂ. ഇപ്പോൾ സായിപ്പ് തന്നെ നേരിട്ടിവിടെ വരുന്നുണ്ട് പല കാര്യത്തിലും. വലിയ വലിയ ഓഫീസേഴ്സിനെ തിരഞ്ഞെടുക്കാൻ ഓൺലൈനല്ല, അവർ നേരിട്ട് വന്നാൽ ഇൻ്റർവ്യൂ നടത്തുന്നത്, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇൻ്റർവ്യൂ നടത്തും. അപ്പം എനിക്കറിയാം നമ്മുടെയൊക്കെ ചില കുട്ടികൾ അങ്ങനെ പോയിട്ട് 10-18 ദിവസം വിദേശത്ത് പോയി ഇൻ്റർവ്യൂ പങ്കെടുപ്പിച്ച് പോകുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കുക. നമ്മുടെ കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസം, അതുപോലെ കലാ സാംസ്കാരിക പരിപാടികൾ അത് പഠിപ്പിച്ചു കൊടുക്കുന്നു. മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കുന്നു, നീന്തൽ പഠിപ്പിക്കുന്നു, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന എന്തിനാ? അവരെ വിദേശത്ത് പോയി, അല്ലെ ദേശത്താണെങ്കിൽ ദേശത്ത് ഒരു കമ്പനി തുടങ്ങുന്നു, ഒരു വ്യവസായം തുടങ്ങുന്നു. അങ്ങനെയൊക്കെ വന്നാൽ അടിപൊളിയായിട്ട് ചെയ്യണം. നീ വിദേശത്താണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ടോപ്പാകണം, ടോപ്പ് എൻഡ് ആകണം, അല്ലേ? അതാണ് കാര്യം. അപ്പോൾ അത് നമ്മൾ വളരെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് കുറച്ചും കൂടെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അവരെ ഇട്ട് ആവശ്യമില്ലാത്ത കാര്യം കൂടുതൽ പഠിപ്പിക്കാതെ സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. അതായത് ഒരു വ്യക്തി നൈപുണ്യം നേടുന്ന കാര്യം, നമുക്ക് നൈപുണ്യമുള്ള ആളുകളെ ഇപ്പോൾ വേണ്ടത്. ഈ നൈപുണ്യം എന്ന് പറഞ്ഞാൽ പഠിച്ച് പാസ്സായി കിട്ടുന്ന മാത്രം ഒരു സംഭവമല്ല. അവനതിൻ്റെ ഒരു സർഗ്ഗശേഷി വളർത്തിയെടുക്കണം. ഒരു യന്ത്രത്തിന് പണ്ട് ഓർക്കുന്നുണ്ടോ, ഒരു ശാസ്ത്രജ്ഞൻ ട്രെയിനിൽ പോകുമ്പം സൗണ്ടിൻ്റെ റിതം മാറിയപ്പം അദ്ദേഹം ഗാർഡിനെ അറിയിച്ചു, അറൗണ്ട് 25-50 കിലോമീറ്റേഴ്സ് അവേ പാളത്തിന് പൊട്ടലുണ്ട്. അപ്പം അവർ ഉണർന്നു, വിവിധ സ്റ്റേഷനുകളിൽ അറിയിച്ചു. അത് തന്നെയല്ല, അവർ സ്പീഡ് കുറച്ച് വന്ന് അത് കണ്ടുപിടിക്കും, വലിയൊരു അപകടത്തിൽ എന്നുവെച്ചാൽ അതൊരു നൈപുണ്യമാണ്. ഞാൻ നൈപുണ്യത്തിന് എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. അതായത് ഓരോരുത്തരും നമ്മളെടുക്കുന്ന പ്രത്യേകമായ ആ ഒരു കഴിവുണ്ട്, അതിനെ വളർത്തിയെടുക്കണം. അതിനാണിപ്പോൾ ലോകരാജ്യത്തിന് ആവശ്യം. അവർ നൈപുണ്യ വികസനം വെച്ചാൽ ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നത്. നീ BTech പാസ്സായോ, MTech പാസ്സായോ, MBBS കഴിഞ്ഞോ എന്നുള്ളതല്ല. അവർക്ക് ആവശ്യമായ വിഷയത്തിൽ നീ എത്ര നിപുണനാണ്, നീ എത്രമാത്രം സ്മാർട്ടാണ് എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വിദ്യാഭ്യാസത്തിൽ മാറ്റം വരണം. അതുപോലെ നമ്മുടെ കുട്ടികളെയൊക്കെ ഡാൻസ് പഠിപ്പിക്കുക. അതിനെപ്പോൾ സുംബ ഡാൻസൊക്കെ തുടങ്ങി. ആവശ്യമാണ്. വിദേശത്ത് പോയാൽ അവരുമായിട്ട് ഇഴകിച്ചേരാൻ അത് ആവശ്യമാണ്. സുംബ ഡാൻസ് നല്ലതാണ്. അതുപോലെ തന്നെ നീന്തൽ പഠിപ്പിക്കണം കുട്ടികളെ. ഇതൊക്കെ സ്കൂളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ കരാട്ടെ, കുങ്ഫു, കളരിയോ ഏതെങ്കിലും ഒരെണ്ണം പഠിപ്പിക്കണം. പഠിപ്പിച്ച് മിടുക്കിയാക്കണം. അതുപോലെ 18 വയസ്സ് കഴിയുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസും കൂടെ എടുത്തു കൊടുത്തിട്ട് +2 കഴിഞ്ഞ് വിടാവുള്ളൂ. അത് സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. സ്കൂളുകളിൽ +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഡ്രൈവിങ്, അത് കാറും സ്കൂട്ടറും മാത്രമല്ല, JCB, അതുപോലെ ടിപ്പർ, ടോറസ്, എവിടെ ചെന്നാലും ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ജോലിയാണ്. മണിക്കൂറിന് $200 ഹെവി ഡ്യൂട്ടി ഡ്രൈവേഴ്സിന്. അതിനുവേണ്ടി മാത്രമല്ല, അവൻ ജീവിതത്തിൽ ഇനി ഇവൻ പട്ടാള ഓഫീസറായാൽ അവിടെ മിടുക്കനായിട്ട് നിൽക്കണം, എവിടെ ചെന്നാലും നിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി അതുപോലെ തന്നെ ടേബിൾ മാനേഴ്സ്, അതായത് സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ടേബിളിൽ എങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെ ഭക്ഷണം കഴിക്കണം, വലിയ ഒച്ചയിൽ അലറി വർത്താനം പറയരുത്, ഇങ്ങനെയൊക്കെ ഒത്തിരി ടേബിൾ മാനേഴ്സ് ഉണ്ട്. അതും പഠിപ്പിച്ചു വിടണം. വിദേശത്ത് ചെന്നിട്ടേ പറയാൻ കാര്യം, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോള് 40 വർഷമായിട്ട് അമേരിക്കയിലാണ്. ഇപ്പോഴും ഇവിടുന്ന് കാച്ചിലും കപ്പയും അരിയും എല്ലാം കൊണ്ടുപോകുന്നു. ഞാൻ ചൈന ഞങ്ങളിത് ഇവിടുത്തെ സാമ്പാറും പുളിശ്ശേരിയൊക്കെ കഴിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ അവളിപ്പോഴും ആ പോയ അമേരിക്കയായിട്ട് യോജിച്ചിട്ടില്ല. അങ്ങനെയല്ല, നമ്മളേത് നാട്ടിൽ പോകുന്ന അവിടെ ആയിട്ട് യോജിക്കണം. അങ്ങനെ യോജിക്കണമെങ്കിൽ അവിടുത്തെ കൾച്ചർ പഠിക്കണം. ഇപ്പം നിങ്ങൾ നമ്മുടെ മലയാളികളെ വിളിച്ചാൽ അവർ വന്ന് കപ്പയും കാച്ചി തിന്നേച്ച് പോകും. അങ്ങനെ ഗ്രൂപ്പുകളുണ്ട്. മറിച്ച് നിങ്ങളുടെ അയൽവക്കത്തുള്ള 10 കുടുംബത്തിൽ 7 പേര് യൂറോപ്യൻസാണ്, 2 പേരും അവരെല്ലാവരെയും കൂടെ വിളിച്ചേ, അവരെല്ലാം വരും. നമ്മൾ വിളിച്ചാൽ തീർച്ചയായിട്ടും അവർ തിരിച്ചും വിളിക്കും. അങ്ങനെ വരുമ്പം പാട്ടായി, ഡാൻസായി, അങ്ങനെയാണ് അവരുടെ രീതി. ഭക്ഷണം നയിച്ച് കഴിഞ്ഞാൽ കുറുക്കം കൂന്ന് പറഞ്ഞാൽ അവരെല്ലാം കൂടെ മ്യൂസിക്കൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യും.
ഈ ഡാൻസ് നമ്മൾ പഠിച്ചില്ലേ പറ്റുമോ? സൂംബ ഡാൻസെങ്കിലും പഠിക്കാൻ പോയാൽ പറ്റുമോ? അതുപോലെ തന്നെ ഭക്ഷണം നമ്മൾ കൊടുക്കുമ്പോൾ അവരെല്ലാം ഫോർക്ക് സ്പൂണിൽ കഴിക്കുന്നത്, അവർക്ക് കൈ കൊണ്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം അത് പഠിപ്പിക്കണം ഇവിടെ നമ്മുടെ കുട്ടികളെ തൊട്ട്. നമ്മളും പഠിക്കണം. ഒരു ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ നമ്മൾ ഇന്ന് ഫോർക്ക് ഉപയോഗിക്കുന്നുള്ളത് ഗൃഹനാഥനും തീരുമാനിച്ചാൽ പഠിക്കാമെന്നുള്ളൂ. പിന്നെ യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി എന്തൊക്കെയാണ് മാനേഴ്സ്, അത് കാണിച്ചു തരും എങ്ങനെ വേണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അമേരിക്കയിൽ ചെന്നാൽ അമേരിക്കൻ ഫ്രണ്ട്സിനെ തന്നെ കിട്ടും. അങ്ങനെ ജീവിക്കണം. അല്ലാതെ അവിടെ പോയി മലയാളികളുടെ കൂട്ടുകൂടി ഇവിടെ ബംഗാളികൾ ജീവിക്കണം, അങ്ങനെയല്ല. ബംഗാളികൾ മിടുക്കനാണെങ്കിൽ ഇവിടെ നമ്മളുമായിട്ട് കൂട്ടുകൂടി, ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, നമ്മളുമായിട്ട് കൂട്ടുകൂടി നമ്മളുമായിട്ട് ചേർന്ന് പോകണം. ഒരു മൈഗ്രേഷൻ എല്ലാ രീതിയിലും നടക്കണം. ഓക്കെ, നമ്മുടെ കുട്ടികളെ അതുകൂടെയൊക്കെ പഠിപ്പിച്ച് മിടുക്കരാക്കണം. തീർച്ചയായിട്ടും ലോകമേ തറവാടെന്ന് വിവേകാനന്ദൻ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കി ഉയരണം. ഈ കൊച്ചു കേരളമോ കൊച്ചു ചിങ്ങാനോ ചിലരുണ്ട്, ഒരു 10-40 കുടുംബക്കാർ, ഞങ്ങൾ ലോകത്തിലെ വലിയ ആളാണ്, ഒരു കാര്യമില്ല. ഇപ്പോൾ കുടുംബയോഗത്തിൻ്റെയൊക്കെ പ്രസക്തിയൊക്കെ പോയി തുടങ്ങി. അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് മനസ്സിലാകും. അതായത് നമ്മൾ സമൂഹത്തെ സ്നേഹിച്ച് അങ്ങ് പോയാൽ അതാണ് ഏറ്റവും വലിയ രീതി. സമൂഹത്തെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, ആദരിക്കുക, അംഗീകാരം നേടുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. യുദ്ധം എത്രയും വേഗം തീരട്ടെ. നമ്മുടെ നാടിനെയും പലതരത്തിൽ ഇതൊക്കെ ബാധിക്കാനിടയുണ്ട്. അധികം ഡീസലും പെട്രോളും ഉപയോഗിക്കുന്നവർ അതൊക്കെ അല്പം കുറച്ച് ഉപയോഗിക്കാൻ തുടങ്ങുക, ശീലിക്കുക. എന്തായാലും പല പല പ്രയാസങ്ങൾ നമുക്കും ഉണ്ടാകാം. അപ്പം നമ്മൾ അധികമായിട്ട് അനാവശ്യമായിട്ട് വാഹനമായിട്ട് കറങ്ങാതെ കുറച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.